ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും പീലീസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ്. നിങ്ങൾ പലതരം കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. ഒന്ന് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ചാടി തൂങ്ങിയിട്ടുള്ള വയറ് കുറയ്ക്കാനും. ഡയറ്റ് ചെയ്തിട്ടുണ്ടാവും, എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും, സുംബ ഡാൻസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പലതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡ്രിങ്ക് കുടിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു എക്സസൈസ്, അധികം ഒന്നും ചെയ്യേണ്ട ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് നിങ്ങൾ ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ ഈ ഡ്രിങ്ക് കുടിക്കുന്നതിന് മുന്നേ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്ത് കുടിക്കരുത്. കാരണം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവരോ മെഡിസിൻസ് കഴിക്കുന്നവരോ ഈ ഡ്രിങ്ക് കുടിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നും എങ്ങനെയാണ് നമ്മളിത് കുടിക്കേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയുമായിരിക്കും, എങ്കിലും ചെറുതായിട്ടൊരു ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ അതൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എങ്കിലും ഇനി സമയം കളയണ്ട, നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ ആണ്. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ ചൂസ് ചെയ്യുമ്പോൾ ബ്രാഗ് എന്ന കമ്പനി ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അത് വളരെ നല്ലതാണ്, ഓർഗാനിക് ആണ്, റോയാണ്, അൺഫിൽറ്റേർഡുമാണ്. അതുപോലെ തന്നെ വിത്ത് ദ മദർ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യാം. കാരണം അതാണ് നമ്മൾ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യേണ്ടത്. നല്ലൊരു ബ്രാൻഡാണിത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി ആപ്പിൾ സൈഡർ വിനീഗർ എന്താണെന്നുള്ളത് പറയാം. ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത് ആപ്പിളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തെടുക്കുന്ന വിനീഗറാണ്. എന്ന് വെച്ചാൽ ആപ്പിളിനെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ അസിറ്റിക് ആസിഡ് എന്ന വീക്ക് ആസിഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് ആപ്പിൾ സൈഡർ വിനീഗർ. ആപ്പിൾ സൈഡർ വിനീഗർ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുന്നു. അതുവഴി നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് ബാലൻസ് ആവുന്നു. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡൈജഷൻ പ്രോസസ്സിങ് വളരെ ഈസി ആക്കുന്നു. അതുവഴി നമ്മൾക്ക് മറ്റു തരത്തിലുള്ള ഡൈജഷൻ ഇഷ്യൂസൊന്നും നമ്മുടെ സ്റ്റൊമക്കിന് ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും വളരെ നോർമലായിട്ട് ഈസി ആയിട്ട് നടക്കും. അതുവഴി തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും. തന്നെ നമ്മൾ ഡെയിലി കുടിക്കുന്നത് വഴി നമ്മുടെ വിശപ്പിനൊന്ന് കൺട്രോൾ ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനീഗർ വെച്ച് നമുക്കൊരു നല്ലൊരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു കാര്യം, നല്ലൊരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യുക, വിത്ത് ദ മദർ തന്നെ ചൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് എടുക്കുക, ഒരു കപ്പ് എടുക്കുക. കാരണം നമ്മൾ ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി വാട്ടർ എടുത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ലൊരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് അര സ്പൂണല്ല, ഒരു 1/4 സ്പൂൺ കറുവപ്പട്ട പട്ട പൊടിച്ചത് ഇടുക. അതിന് ശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസ്സിൽ ഒരു ഇളം ചൂടുവെള്ളം, ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, ഒരു ഇളം ചൂടുവെള്ളം, നമുക്ക് കുടിക്കാൻ പാകത്തിന് ചൂടുള്ള ഒരു ഇളം ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ ഗ്ലാസ്സാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കരുത്, ഒരു 1/2 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുത്താൽ മതി. അത്യാവശ്യം വലിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കാം. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. കാരണം അതിൻ്റെ കണ്ടൻസൊക്കെ അടിയിലുണ്ടാവും. അപ്പോൾ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൂടി പോകരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ ലെമൺ ജ്യൂസാണ്, ചെറുനാരങ്ങേൻ്റെ നീര്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ തേനും കൂടി നമുക്ക് വേണം. ഇനിയിപ്പോൾ തേനും കൂടി എടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. നമ്മളിത് കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കുടിക്കാം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു അരമണിക്കൂറും. ഒരുപാട് വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ 2 നേരം കുടിച്ചാൽ മതി. അധികം വെയിറ്റൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു നേരം രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും. അതല്ല ഓവറായിട്ട് വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 നേരം കുടിക്കാം. പിന്നെ ഇത് കുടിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു എക്സസൈസ് കൂടി ചെയ്യുക. അപ്പോഴാണ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോ ഉണ്ടെങ്കിൽ സ്ട്രോ വെച്ച് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പല്ലിന്
ഇനാമലിനൊരു കേടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സ്ട്രോ ഇല്ലാത്തവരാണെങ്കിൽ കുടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പല്ല് ക്ലീൻ ചെയ്യണം. അതല്ലെങ്കിൽ സ്ട്രോ വെച്ചിട്ട് കുടിക്കാം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് നല്ലോണം വെയിറ്റ് ഉള്ളവരാണെങ്കിൽ 2 നേരം കുടിക്കുക, അല്ലാത്തവരാണെങ്കിൽ 1 നേരം കുടിച്ചാൽ മതി. രാത്രിയോ രാവിലെയോ എന്താണെങ്കിലും ഫുഡ് കഴിഞ്ഞൊരു അരമണിക്കൂറിന് ശേഷം രാവിലെ ഫുഡിന് ഒരു അരമണിക്കൂർ മുന്നേ കുടിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.